കേരളത്തിന്റെ സാമൂഹിക മണ്ഡലം വലിയ പുരോഗതി അവകാശപ്പെടുമ്പോഴും ഇന്ന് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും പുലർത്തുന്ന ആ ജാതീയമായ വെറുപ്പ് നാം കാണാതെ പോകരുത്. പലർക്കും ഹർത്താലും ബന്ദിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. അതിൽ ഒരു തർക്കവുമില്ല. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഹർത്താലിനെ ഒട്ടും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ. എങ്കിലും മഹാത്മാവ് അയ്യങ്കാളി വില്ലും വണ്ടിയിലേറി ജാതി വിലക്കുകളെ വെല്ലുവിളിച്ച് ചരിത്രം രചിച്ചിട്ട് കാലമേറെയായിട്ടും ഇന്നും ഈ മണ്ണിൽ ഒരു ദളിതൻ തൻ്റെ അവകാശത്തിനായി മുഷ്ടി ചുരുട്ടുമ്പോൾ അത് പൂച്ചകളുടെ ഹർത്താലായും വെറും ഒച്ചപ്പാടായും മുദ്ര കുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ദളിത് ആദിവാസി ക്ഷേമത്തെക്കുറിച്ച് വാചാലരാകുന്നുണ്ടെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ കസേരകളിലും ഇന്നും ജാതി മേൽക്കോയ്മയുടെ ആ പഴയ വിഷം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു സമരത്തെ ഉന്മൂലനം ചെയ്യുവാനും അടിച്ചമർത്തുവാനും എല്ലാ വകുപ്പുകളും ഒരേ മനസ്സോടെ കൈകോർക്കുന്നത് കാണുമ്പോൾ ജനാധിപത്യം എന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം പ്രസക്തമാകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിതിൻ രാജിനെ പോലെയുള്ളവർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്നത് കേവലം വ്യക്തിപരമായ പരാജയമല്ല, മറിച്ച് തലമുറകളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ജാതിവെറിയുടെ ദുരന്ത ഫലമാണ്. ഓരോ ഓഫീസിലും ഓരോ ഫയലിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ജാതീയതയെ തകർക്കാതെ ആദിവാസിക്കും ദളിതനും ഈ മണ്ണിൽ പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യനായി ജീവിക്കാനാവില്ല. ചരിത്രത്തിന്റെ ഈരുളടഞ്ഞ മൂലകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടന്നു കയറുവാൻ ശ്രമിക്കുന്ന ഒരു ജനതയെ അവരുടെ ദാരിദ്ര്യവും നിസ്സഹായ അവസ്ഥയും നോക്കി പരിഹസിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ നീതിബോധത്തിന്റെ അളവുകോലുകൾ കൊണ്ടല്ല ഞങ്ങളുടെ പോരാട്ടങ്ങളെ അളക്കുന്നത്. ഇത് കേവലം ഒരു സമരമല്ല, ഇത് അന്തസ്സോടെ പഠിക്കുവാനും അന്തസ്സോടെ ജീവിക്കുവാനുമുള്ള വരും തലമുറയുടെ പോരാട്ടമാണ്. ഈ സമരഭൂമിയിൽ ഉയരുന്ന ഓരോ മുദ്രാവാക്യവും ഭരണകൂടത്തിന്റെ കപടമായ മുഖം പൊളിച്ചടക്കുന്നതാണ്. ഇനിയും തളച്ചിടാൻ നോക്കിയാൽ മുറിവേറ്റ സിംഹത്തെ പോലെ ഈ ജനത ഉയർത്തെഴുന്നേൽക്കുമെന്ന് അന്ന് നിങ്ങളുടെ അധികാര കസേരകൾക്ക് ആ വേഗത്തെ തടയാനാവില്ലെന്നും തിരിച്ചറിയുക. സ്വന്തം രാഷ്ട്രീയ ബോധം നവീകരിക്കുവാൻ തയ്യാറല്ലാത്തവർക്ക് മുന്നിൽ തല കുനിക്കാനല്ല, മറിച്ച് തല ഉയർത്തിപ്പിടിച്ച് ചരിത്രം മാറ്റി കുറിക്കുവാനാണ് ഞങ്ങൾ ഇന്ന് തെരുവിലിറങ്ങുന്നത്. ഇത് ഉയർത്തുന്നത് വലിയ ഒരു പ്രഖ്യാപനമാണ്. KPMS എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രധാനമായും ഹർത്താലിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ TV-യിൽ കണ്ട എല്ലാവർക്കും ഒരുപോലെ ഒരു കാര്യം മനസ്സിലായി. നിതിൻ രാജിന്റെ കൊലപാതകം വെറും ഒരു മരണമല്ല, അതിന് ശക്തമായ കാരണങ്ങളുണ്ട്. അത് പുറത്തു കൊണ്ടുവരണം. അച്ഛൻ്റെ തേങ്ങൽ, ആ കുടുംബത്തിന്റെ തേങ്ങലിന് അനുസൃതമായി വിധി വരട്ടെ. അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ ആ കുടുംബത്തിനും സംഘടനയ്ക്കും സാധിക്കട്ടെ എന്ന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.